ശ്രീ കെ പി നൌഷാദ് അലി, ഇപ്പോൾ ഇ ഡിയുടെ കാര്യത്തിൽ നിങ്ങളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? അതിന്റെ പ്രതികരണത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ കേജ്രിവാളിന്റെ കാര്യത്തിൽ കേജ്രിവാളിന് എല്ലാ സഹായവും നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഇ ഡി കേരളത്തിലേക്ക് വരില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഇ ഡി കേരളത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ വേട്ടയാടുന്നു എന്നുള്ളതാണല്ലോ കേജ്രിവാളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം. കാരണം മദ്യനയ അഴിമതി കേസ് ആദ്യം ഉന്നയിച്ചത് കോൺഗ്രസ് ആണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്തിനാണ് ഇ ഡി വരുന്നതെന്നാണ് നിങ്ങൾ പ്രധാനമായും ചോദിച്ചത്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെയാണ് വിശദീകരിക്കുക? വരട്ടെ എന്നു സ്മൃതി ചോദിച്ച ചോദ്യത്തിന് ഞാൻ വളരെ കൃത്യമായിട്ട് മറുപടി പറയാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഒരു തോന്നൽ എനിക്ക് പറയാനുള്ളത്, സാധാരണ ഇപ്പോൾ ഈ BJPയുടെ ഈ സർക്കാരിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അതൊരു ബ്രിട്ടീഷ് ആധിപത്യത്തിന് സമാനമാണ്. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർ ആദ്യമായിട്ട് നിലനിൽക്കാൻ ചെയ്തത് ഹിന്ദു മുസ്ലിം ഭിന്നത ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അവർ എതിർ ശബ്ദങ്ങളെ അതിക്രൂരമായി കാടൻ നിയമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവർ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. സമാനമായിട്ട് BJP ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരുന്നത് ഇതുപോലെയുള്ള ഹിന്ദു മുസ്ലിം വിഭജനമുണ്ടാക്കി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടാണ്. അവർ അധികാരം കൈയാളിയപ്പോൾ ഇപ്പോഴിതാ അവർ തീർത്തും എത്രക്ക് പരിഹാസ്യമായി തോന്നിയാൽ പോലും വിദേശ രാജ്യങ്ങളൊക്കെ നിരന്തരം ഉറ്റുനോക്കുകയും ഇടപെടുകയും ചെയ്താൽ പോലും ലജ്ജയില്ലാത്തവണ്ണം അവർ ഈ നിയമങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തും ഏജൻസികളെ ദുരുപയോഗം ചെയ്തും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ എന്ത് ഗതിയാണോ അവസാനമുണ്ടായത് അത് തന്നെയാണ് BJPയും കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം സത്യം പറഞ്ഞാൽ സ്മൃതി, ഞാനൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിനെ ഇ ഡിക്ക് വേട്ടയാടാൻ കാരണങ്ങളുണ്ട്, AAPയെ വേട്ടയാടാൻ കാരണങ്ങളുണ്ട്, സ്റ്റാലിനെ അല്ലെങ്കിൽ തേജസ്വി യാദവിനെ, മമതാ ബാനർജിയെ, ഫറൂഖ് അബ്ദുള്ളയൊക്കെ വേട്ടയാടാൻ അവർക്ക് വിവിധങ്ങളായ കാരണങ്ങളുണ്ട്. പക്ഷെ CPMന്റെ കേരള ഘടകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ CPM പാർട്ടിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് എവിടെയും CPMും BJPയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു പാർലമെന്റ് മണ്ഡലം പോലും ഇന്നില്ല. 570-ലധികം സീറ്റുകളിൽ ഒരിടത്ത് പോലും CPMും BJPയും തമ്മിൽ ഏറ്റുമുട്ടുന്നില്ല. ഇനി കേരളത്തിൽ തന്നെ നിങ്ങളെടുത്താൽ CPM ഇവിടെ ക്ഷയിക്കുകയോ പിറകോട്ട് പോവുകയോ ചെയ്താൽ ഒരിക്കലും BJP ഇവിടെ ഒരു ഗുണഭോക്താവായി വരുന്നില്ല. കോൺഗ്രസ് ആണ് അവിടെ കയറി. CPMനെ എതിർക്കേണ്ട പിണറായി വിജയനെയും സംഘത്തെയും ദുരിതത്തിലാഴ്ത്തേണ്ട ഒരു കാര്യവും BJPക്കില്ല എന്ന മിനിമം കോമൺ ലോജിക്ക് മാത്രമാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എനിക്കുള്ള ഉത്തരം. ഏതായാലും ഞങ്ങളാരും ഇ ഡിയെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കുന്നവരോ അല്ലെങ്കിൽ അവരുടെ കടന്നുവരവിനെ സ്വാഗതം ചെയ്തവരോ അല്ല. ഇവിടെ പിണറായി വിജയൻ തന്നെയാണ് മുമ്പ് പല കേസുകളും നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു കേരളത്തിലേക്ക് ഇ ഡി വരില്ല, അന്തർധാരയുണ്ട് എന്ന്. അങ്ങനെ ഒരു അന്തർധാരയുണ്ടെങ്കിൽ ഇ ഡി വരില്ലല്ലോ. അല്ല, ഞങ്ങള് വാദം പിൻവലിക്കുന്നുണ്ടോ? അല്ല ഞങ്ങള് അന്തർധാരയുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കമല്ല. ഇ ഡി വരില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഇ ഡി ഇവിടെ 2 വർഷം മുമ്പ് 2.5 വർഷം മുമ്പ് തന്നെയുള്ള കേസുകളിലൊക്കെ ഇ ഡി ഇവിടെ ലൈഫ് മിഷൻ കോഴ കേസിൽ, സ്വർണ്ണക്കടത്ത് കേസിൽ, കരുവന്നൂർ കേസിൽ ഒക്കെ ഇവിടെ ഇ ഡി വന്ന് അന്വേഷിച്ചു, കസ്റ്റംസ് അന്വേഷിച്ചു, പലവിധ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു. അന്വേഷണവും അതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്നല്ലാതെ അത് എവിടേക്കെങ്കിലും എത്തിയോ? ഞാൻ ഒറ്റ കാര്യം കൂടി സ്മൃതി ചൂണ്ടിക്കാണിക്കട്ടെ. ഇവിടെ സ്വർണ്ണക്കടത്ത് കേസിൽ ഇവിടെ സ്വപ്ന സുരേഷ് ഇതുപോലെയുള്ള കൺഫസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. താൻ കൺഫസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്ന് പുറത്ത് പത്രസമ്മേളനത്തിൽ അവർ വിളിച്ചു പറയുകയും ചെയ്തു. ഈ കൺഫസ് സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളതും വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു. ഇവിടെ അരവിന്ദ് കെജ്രിവാളെയും മനീഷ് സിസോദിയെയും സത്യേന്ദ്ര ജെയിനെയും സഞ്ജയ് സിംഗിനെയൊക്കെ വേട്ടയാടാൻ ഉപയോഗിച്ചത് ഇതേ കൺഫസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ കേരളത്തിലെ കൺഫസ് സ്റ്റേറ്റ്മെന്റ് I3-13 ഡൽഹിയിലെ കൺഫസ് സ്റ്റേറ്റ്മെന്റ് I3-15 ആകുന്ന വിചിത്ര വ്യവസ്ഥിതിയൊക്കെയാണ് ഇ ഡിക്കുള്ളത്. ഇതൊക്കെ രാഷ്ട്രീയക്കാരായ കേരളത്തിലെ പ്രതിപക്ഷമായ ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ജനങ്ങളെ പ്രതിനിധീകരിച്ച് ആര് പറയും? ഇ ഡി എന്നത് ഞങ്ങളുടെയൊക്കെ മനസ്സിലതൊരു ഇ ഡി മോർച്ച, ഇൻകം ടാക്സ് പരിഷത്ത്, ഇതൊക്കെ BJPയുടെ പോഷക സംഘടനകളായി അവർ ചുടുചോറ് മാന്താൻ പറയുമ്പോൾ ഓടിച്ചെന്നും മാന്തുന്ന കുട്ടിക്കുരങ്ങന്മാരായിട്ട് എന്നോ മാറിക്കഴിഞ്ഞു. ഇവിടെ ലോകരാജ്യങ്ങൾ വരെ ഇന്ത്യ രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള അധപ്പതനത്തിൽ വലിയ തോതിൽ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. ഞാനൊരു കണക്ക് പറയട്ടെ സ്മൃതി, 2014 ശേഷം ഇന്ത്യ രാജ്യത്ത് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിമാരിൽ 21% വിവിധങ്ങളായ പദവികൾ ഏറ്റുവാങ്ങിയത് ആളുകളാണ്. സദാശിവം, നിസാർ, അതുപോലെ തന്നെ രഞ്ജൻ ഗൊഗോയ്, അശോക് ശർമ്മ, അതുപോലെ അശോക് ഭൂഷൺ, അരുൺ ശർമ്മ,
പിന്നെ ജസ്റ്റിസ് ഗോയൽ, ഇങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ഇത്തരത്തിലൊക്കെ ഈ രാജ്യത്തിന്റെ പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളും നമ്മളൊക്കെ ആശ്രയവും അവലംബവുമായി കണ്ടിരുന്ന നീതിന്യായ കോടതികളൊക്കെ ഇത്തരത്തിലൊക്കെ മാറുന്നതിന്റെ ഇടി ബാക്കി എല്ലായിടത്തേക്കും പോകുമ്പോൾ രാഷ്ട്രീയം ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല എന്നുള്ള വാദം അത് അത്ര കണ്ട് വിശദീകരിക്കാൻ കോൺഗ്രസിന് ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം ഈ അന്തർധാര ആവർത്തിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇടി വരില്ല എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത്. ഇല്ല, ഈ മാസപ്പടിയിൽ ഇടി വരില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. തെറ്റായിട്ട് പറയരുത്. വളരെ ഇഡി എന്നോ വന്നു കഴിഞ്ഞു. ഇവിടെ ഇഡി 2 വർഷം മുമ്പ് ഇവിടെ പലതിലും അന്വേഷണം നടത്തി. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ഇഡി അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തലയെ തിരുത്തു ശ്രീ നൗഷാദ് അലി. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയെ തിരുത്തു, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനതിനാളല്ല. നിങ്ങളൊക്കെ അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ കണ്ടോളൂ, സംസാരിച്ചോളൂ. ഞാനതിനാളല്ല. ശരി ശ്രീ നൗഷാദ് അലി. ബഹുമാന്യനായ നേതാവാണ് അദ്ദേഹം. ശരി ഡോക്ടർ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.